ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന ചാപ്റ്ററുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫോക്കസ് ഏരിയയാണ്. മുന്നേ ചെയ്ത വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുത്തിട്ടുണ്ട്, കാണുക. ഈ വീഡിയോ മുഴുവനായി കാണാൻ വേണ്ടി ശ്രമിക്കുക. കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏവറേജ് പവർ ഇൻ എൻ എ സി സർക്യൂട്ട്. എ സി സർക്യൂട്ടിലുള്ള ഏവറേജ് പവർ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് പഠിക്കാൻ പോകുന്നത്. ഏവറേജ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്: പി ഏവറേജ് ഈസ് ഈക്വൽ ടു 1/t ഇൻ്റഗ്രൽ ഇ ഇൻറ്റു ഐ ഇൻറ്റു ഡി ടി. ഓക്കെ, അവിടെ ടി എന്ന് പറയുന്നത് ടൈം പീരീഡ് ആണ്. മനസ്സിലായില്ലേ? അതായത് ഫുൾ സൈക്കിളിൽ ഒരു എ സി സർക്യൂട്ട് കൺസ്യൂം ചെയ്യുന്ന പവറാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇവിടെ ഇ എന്ന് പറയുന്നത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ആണ്. ദറ്റ് ഈസ് ഇ ഈക്വൽ ടു E0 സൈൻ ഒമേഗ ടി. ഐ എന്ന് പറയുന്നത് ഐ ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടി പ്ലസ് ഫൈ ആണ്. അവിടെ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ആൾട്ടർനേറ്റിംഗ് EMF ആൻഡ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ ഇയുടെയും ഐയുടെയും സ്ഥാനത്ത് കൊടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ ഇതാണ്: E0 ഇൻറ്റു I0 ഡിവൈഡ് ബൈ 2 ഇൻറ്റു കോസ് ഫൈ. അവിടെ ഫൈ എന്ന് പറയുന്നതാണ് ഫേസ് ഡിഫറൻസ് ആണ് ബിറ്റ്വീൻ EMF ആൻഡ് കറണ്ട്. ഓക്കെ, ഇവിടെയുള്ള കേസിൽ നമുക്കറിയാം ERMS എന്ന് പറയുന്നത് E0/√2 ആണ്, IRMS എന്ന് പറയുന്നത് I0/√2 ആണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഇതിനെ ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ എന്ന് എഴുതാം. ഓക്കെ, സോ ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ ആവറേജ് പവർ ഇൻ എൻ എ സി സർക്യൂട്ട്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് പവർ ഫാക്ടർ എന്നാണ്. ഓക്കെ, പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. ഓക്കെ, ഈ ഇക്വേഷനിൽ കാണുന്നില്ലേ ഒരു കോസ് ഫൈ എന്ന് പറയുന്ന ടേം? ആ ടേമിനെയാണ് പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു ട്രൂ പവർ ഡിവൈഡ് ബൈ അപ്പാരന്റ് പവർ. ഓക്കെ, ഇവിടെ പി ഏവറേജ് എന്ന് പറയുന്നതാണ് ട്രൂ പവർ, അതുപോലെ ERMS ഇൻറ്റു IRMS ആണ് അപ്പാരന്റ് പവർ. ഓക്കെ, ഈ ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പവർ ഫാക്ടർ കണ്ടുപിടിക്കാം. അപ്പോൾ പവർ ഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ ഫൈ അറിഞ്ഞാൽ മതി. ദാറ്റ് മീൻസ് ഫേസ് ആംഗിൾ ബിറ്റ്വീൻ EMF ആൻഡ് കറണ്ട്. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി നമുക്ക് ഓരോ സർക്യൂട്ടിൻ്റെയും കേസിൽ പവർ ഫാക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്, ഏവറേജ് പവർ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കാം. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. പവർ ഫാക്ടർ എന്ന് പറയുന്നത് കോസ് ഫൈ ആണ്. നമുക്കറിയാം പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫേസ് ആംഗിൾ 0 ആണ്. കാരണം EMFും കറണ്ടും എന്താണ്? സെയിം ഫേസിലാണ്. അതുകൊണ്ട് കോസ് ഫൈ എന്ന് പറയുന്നത് കോസ് 0 എന്ന് എഴുതാം. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 1. സോ പവർ ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട് ഈസ് 1. ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. ആൻഡ് ആവറേജ് പവർ ഈസ് ഗിവൺ ബൈ ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ. ഓക്കെ, ഇവിടെയുള്ള കേസിൽ കോസ് ഫൈ 1 ആയതുകൊണ്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS, അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 I0 ഡിവൈഡ് ബൈ 2. കാരണം ERMS എന്ന് പറയുന്നത് E0/√2 ആണ്, IRMS എന്ന് പറയുന്നത് I0/√2 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ കേസിൽ എങ്ങനെയാണ് പവർ ഫാക്ടർ കണ്ടുപിടിക്കുന്നത്. പവർ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഫൈ. പക്ഷെ ഇവിടെയുള്ള കേസിൽ നമുക്കറിയാം EMFും കറണ്ടും എന്താണ്? സെയിം ഫേസിലാണോ? അല്ല, അവ തമ്മിൽ എന്തുണ്ട്? ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ഫേസ് ഡിഫറൻസ്? π/2 ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിൽ കറണ്ട് ലീഡ്സ് ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2. അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ കോസ് π/2 ഈസ് ഈക്വൽ ടു 0. അതുകൊണ്ട് പവർ ഫാക്ടർ ഇൻ ദ കേസ് ഓഫ് പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട് എത്രയാണ്? 0 ആണ്. അതുപോലെ ഏവറേജ് പവർ എത്രയാണ്? ഏവറേജ് പവർ എന്ന് പറഞ്ഞാൽ ERMS ഇൻറ്റു IRMS ഇൻറ്റു കോസ് ഫൈ ആണ്. ഇവിടെ കോസ് ഫൈ 0 ആയതുകൊണ്ട് ആവറേജ് പവർ എത്രയാണ്? 0 ആണ്. മനസ്സിലായില്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിൽ എത്രയാണ് പവർ ഫാക്ടർ. അഗെയിൻ പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു കോസ് ഫൈ. നമുക്കറിയാം പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിലും കറണ്ടും വോൾട്ടേജും സെയിം ഫേസിലല്ല, അവ തമ്മിൽ ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. എത്രയാണ് ഫേസ് ഡിഫറൻസ്? π/2 ആണ്. ഇവിടെ വോൾട്ടേജ് എന്ത് ചെയ്യുന്നു? ലീഡ് ചെയ്യുന്നു ബൈ എ ഫേസ് ആംഗിൾ ഓഫ് π/2 റേഡിയൻ. ശരിയല്ലേ? അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ പവർ ഫാക്ടർ എത്രയാണ്? കോസ് π/2. ദാറ്റ് ഈസ് അഗെയിൻ 0. അതായത് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിലും പവർ ഫാക്ടർ എത്രയാണ്? 0 ആണ്. പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിലും പവർ ഫാക്ടർ എത്രയാണ്? 0 ആണ്. അതുകൊണ്ട് തന്നെ ആവറേജ് പവർ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി: പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടും പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിലും എന്ത് ചെയ്യുന്നില്ല? പവർ കൺസ്യൂം ചെയ്യുന്നില്ല. അപ്പോൾ അതിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിലും പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടും പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടും എന്ത് ചെയ്യുന്നില്ല? പവർ കൺസ്യൂം ചെയ്യുന്നില്ല എന്ന് മനസ്സിലായല്ലോ? ഓക്കെ, പക്ഷേ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ അവിടെ എന്തുണ്ട്? അത് പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ERMS ഇൻറ്റു IRMS ഓർ E0 I0 ഡിവൈഡ് ബൈ 2. ദാറ്റ്സ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. കൃത്യമായി പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ട്രാൻസ്ഫോമറിനെ കുറിച്ചാണ്. ഓക്കെ, എന്താണ് ട്രാൻസ്ഫോമർ നോക്കാം. It is a device which transforms AC current at low voltage into high voltage and vice versa. എന്ന് പറഞ്ഞാൽ AC കറണ്ടിനെ ലോ വോൾട്ടേജിൽ നിന്ന് ഹൈ വോൾട്ടേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ, അല്ലെങ്കിൽ
ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജിലേക്ക് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഡിവൈസാണ് ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. 2 ടൈപ്പ് ട്രാൻസ്ഫോമറുകളുണ്ട്. ഒന്ന് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ പറയാം, ഇറ്റ് ട്രാൻസ്ഫോംസ് എ സി കറണ്ട് അറ്റ് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ്. അതായത് ലോ വോൾട്ടേജ് എ സിയെ ഹൈ വോൾട്ടേജ് എ സി ആക്കി മാറ്റാനുള്ള ഡിവൈസാണ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. ഓക്കെ, അതുപോലെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്താണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ദ ഡിവൈസ് വിച്ച് ട്രാൻസ്ഫോംസ് ഹൈ വോൾട്ടേജ് എ സി ടു ലോ വോൾട്ടേജ്. ഓക്കെ, ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഡിവൈസാണ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കുന്നത് ഇതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ? അതിന്റെ പ്രിൻസിപ്പിൾ ഇതാണ്, മ്യൂച്വൽ ഇൻഡക്ഷൻ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ഈസ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി നമുക്ക് ട്രാൻസ്ഫോമറിന്റെ കൺസ്ട്രക്ഷൻ പഠിക്കാം. അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് ഒരു സോഫ്റ്റ്വെയർ കോറിന്റെ മുകളിൽ 2 കോയിലുകളാണ് ഉള്ളത് അല്ലേ. ഒന്നിനെ നമ്മൾ വിളിക്കുന്നത് പ്രൈമറി കോയിൽ എന്നും രണ്ടാമത്തത് സെക്കൻഡറി കോയിൽ എന്നും വിളിക്കും. പ്രൈമറി കോയിലിൽ ഉള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് എൻ പി എന്ന് പറയുന്നത്. സെക്കൻഡറി കോയിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് എൻ എസ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ നമുക്ക് 2 കമ്പി ചുറ്റുകളുണ്ട് അല്ലേ. അതിൽ ഒന്നാമത്തത് പ്രൈമറി കോയിലാണെന്ന് പറഞ്ഞു. ആ പ്രൈമറി കോയിലിനിടയിലാണ് നമ്മൾ എന്ത് കണക്ട് ചെയ്യുന്നത്? ഇൻപുട്ട് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈമറി കോയിലിലൂടെ ഒരു കറണ്ട് ഫ്ലോ ചെയ്യും. ദാറ്റ് ഈസ് കോൾഡ് ഐ പി, ദാറ്റ് ഈസ് കറണ്ട് ത്രൂ പ്രൈമറി കോയിൽ. മനസ്സിലായല്ലോ. ആ കറണ്ട് കാരണം അവിടെ എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും, ഒരു മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. മനസ്സിലായില്ലേ? ഈ ഉണ്ടാവുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് പ്രൈമറി കോയിൽ മാത്രമല്ല, അത് തന്നെ സെക്കൻഡറി കോയിലും ലിങ്ക് ചെയ്യും. മനസ്സിലായോ? കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സോഫ്റ്റ്വെയർ കോറാണ്. ഓക്കെ, അപ്പോൾ ഈ സോഫ്റ്റ്വെയർ കോറിലൂടെ പ്രൈമറി കോയിലുള്ള ഫ്ലക്സ് തന്നെ സെക്കൻഡറി കോയിലും എന്ത് ചെയ്യുന്നു? ലിങ്ക് ചെയ്യുന്നു. കൂടാതെ പ്രൈമറി കോയിലൂടെ കടന്നു പോകുന്ന കറണ്ട് വേരിയിങ് കറണ്ടാണ്. അതുകൊണ്ട് ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ സെക്കൻഡറി കോയിലുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ മാഗ്നറ്റിക് ഫ്ലക്സ് ചേഞ്ച് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. അപ്പോൾ സെക്കൻഡറി കോയിലിൽ ഒരു ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവും. ദാറ്റ് ഈസ് കോൾഡ് ES. മനസ്സിലായോ? അപ്പോൾ പ്രൈമറി കോയിലിൽ ഒരു വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? സെക്കൻഡറി കോയിലിൽ ഒരു EMF ഇൻഡ്യൂസ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് പറയാം EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ പ്രൈമറി കോയിൽ. പ്രൈമറി കോയിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന EMF എത്രയാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം EP ഈസ് ഈക്വൽ ടു -NP ഇൻറ്റു d∅/dt. കാരണം നമുക്കറിയാം ഇൻഡ്യൂസ്ഡ് EMF ഈസ് ഗിവൺ ബൈ ഫാരഡേസ് സെക്കൻഡ് ലോ, ദാറ്റ് ഈസ് E ഈക്വൽ ടു -N ഇൻറ്റു d∅/dt. ഇവിടെ പ്രൈമറി കോയിൽ ആയതുകൊണ്ട് N-ന്റെ സ്ഥാനത്ത് NP എന്ന് കൊടുക്കാം. സോ ഇറ്റ് ഈസ് EP ഈസ് ഈക്വൽ ടു -NP ഇൻറ്റു d∅/dt. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ഇക്വേഷൻ. സിമിലർലി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ദ സെക്കൻഡറി കോയിൽ എത്രയാണെന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ES, ദാറ്റ് ഈസ് ഈക്വൽ ടു -N ഇൻറ്റു d∅/dt. അവിടെ N എന്ന് പറയുന്നത് NS ആണ്, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ. സോ -NS ഇൻറ്റു d∅/dt എന്ന് കിട്ടും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് ഇക്വേഷൻ. ഇനി നിങ്ങൾ ഈ 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്യുക. സോ 2 ഡിവൈഡ് ബൈ 1 ഗിവ്സ് ES ഡിവൈഡ് ബൈ EP ഈസ് ഈക്വൽ ടു NS ഡിവൈഡ് ബൈ NP, ദാറ്റ് ഈസ് ഈക്വൽ ടു K. ഓക്കെ, ആൻഡ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ടേൺസ് റേഷ്യോ ഓർ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ. ഓക്കെ, ഇക്വേഷൻ എന്താ വിളിക്കുക? ടേൺസ് റേഷ്യോ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ എന്നാണ് വിളിക്കുന്നത്. മനസ്സിലായല്ലോ. ഇനി കെയുടെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ നമുക്ക് എന്ത് കാണാൻ പറ്റും? കെയുടെ വാല്യൂ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ NS ഈസ് ഗ്രേറ്റർ ദാൻ NP എന്ന് എഴുതാം. അതുപോലെ ES ഈസ് ഗ്രേറ്റർ ദാൻ EP എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലുള്ള EMF എന്ന് പറയുന്നത് പ്രൈമറി കോയിലിനേക്കാൾ കൂടുതലാണ്. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ചെയ്തു? വോൾട്ടേജ് ഇൻക്രീസ് ചെയ്തു. എന്ന് പറഞ്ഞാൽ ദിസ് ഈസ് കോൾഡ് സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അപ്പോൾ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിന്റെ കേസിൽ NS ഈസ് ഗ്രേറ്റർ ദാൻ NP ആണ് ആൻഡ് ES ഈസ് ഗ്രേറ്റർ ദാൻ EP ആണ്. അതെപ്പോഴാണ് പോസിബിൾ ആവുന്നത്? ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ അല്ലെങ്കിൽ ടേൺസ് റേഷ്യോ 1-നേക്കാൾ കൂടുതലാണെങ്കിൽ. ഇനി ടേൺസ് റേഷ്യോ 1-നേക്കാൾ കുറവാണെങ്കിലോ? അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് NS ഈസ് ലെസ് ദാൻ എന്താണ്? NP ആണ്. ഓക്കെ, നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിലിനേക്കാൾ എന്താണ്? കുറവാണ്. ആൻഡ് ഓൾസോ ES ഈസ് ലെസ് ദാൻ EP. ഓക്കെ, അപ്പോൾ സെക്കൻഡറി കോയിലിൽ ഉണ്ടാവുന്ന EMF പ്രൈമറി കോയിലിനേക്കാൾ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ സ്റ്റെപ്പ് ഡൗൺ ആണ് ചെയ്യുന്നത്. ഓക്കെ, സോ ദിസ് ഈസ് കോൾഡ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ. സോ ഇൻ ദ കേസ് ഓഫ് സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ സെക്കൻഡറി കോയിൽ ഈസ് ലെസ് ദാൻ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ പ്രൈമറി കോയിൽ ആൻഡ് ട്രാൻസ്ഫോർമേഷൻ റേഷ്യോ ഈസ് ലെസ് ദാൻ 1. ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കൂടാതെ ഇത് മുഴുവനായിട്ട് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കും. മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ്. പ്രൈമറി സെക്കൻഡറി വോൾട്ടേജിൻ്റെ ഇക്വേഷനാണ് കിട്ടിയത്. അതുപോലെ പ്രൈമറിയിലും സെക്കൻഡറിയിലും ഉള്ള കറണ്ടുകളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ ചോദിക്കും. ഓക്കെ, അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയ ഇതാണ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ ട്രാൻസ്ഫോമർ ഒരു ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെന്ന് വിചാരിക്കൂ. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇൻപുട്ട് പവർ ഈസ് ഈക്വൽ ടു എന്താണ്? ഔട്ട്പുട്ട് പവർ ആണ്.
ഓക്കെ, ഇൻപുട്ട് പവർ എന്ന് പറയുമ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഇൻറ്റു ഇൻപുട്ട് കറണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഇ പി ഇൻറ്റു ഐ പി. ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻറ്റു ഔട്ട്പുട്ട് കറണ്ട്, ദാറ്റ് ഈസ് ഇ എസ് ഇൻറ്റു ഐ എസ്. സോ ഇ പി ഇൻറ്റു ഐ പി ഈസ് ഈക്വൽ ടു ഇ എസ് ഇൻറ്റു ഐ എസ് എന്ന് എഴുതാം. സോ വി ഗെറ്റ് ഇ എസ് ഡിവൈഡ് ബൈ ഇ പി ഈസ് ഈക്വൽ ടു ഐ പി ഡിവൈഡ് ബൈ ഐ എസ്. So this is the equation for the relation between voltage and current in primary and secondary coil. മനസ്സിലായില്ലേ? ഇനി ഈ ഇക്വേഷൻ ഒന്ന് നോക്കൂ. ഇ എസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ എസ് ആണ്, ഇ പി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഐ പി ആണ്. എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നു? കുറയുന്നു. മനസ്സിലായോ? സോ ഹൈ വോൾട്ടേജ് ലോ കറണ്ട് ആണ്. ഓക്കെ, സോ ഹൈ വോൾട്ടേജ് എ സി അറ്റ് ലോ കറണ്ട് എന്ന് പറയാം. മനസ്സിലായോ? അതുപോലെ ലോ വോൾട്ടേജ് എ സി അറ്റ് ഹൈ കറണ്ട്. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, കൃത്യമായി മനസ്സിലാക്കി വെക്കുക. ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ഈസ് മീൻ ബൈ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്, ഈറ്റ ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് പവർ ഡിവൈഡ് ബൈ ഇൻപുട്ട് പവർ, ദാറ്റ് ഈസ് പി ഒ ഡിവൈഡ് ബൈ പി ഐ. പി ഒ എന്ന് പറയുമ്പോൾ ഇ എസ് ഇൻറ്റു ഐ എസ്, പി ഐ എന്ന് പറയുമ്പോൾ ഇ പി ഇൻറ്റു ഐ പി. സോ ഇ എസ് ഇൻറ്റു ഐ എസ് ഡിവൈഡ് ബൈ ഇ പി ഇൻറ്റു ഐ പി. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ എഫിഷ്യൻസി ഓഫ് ട്രാൻസ്ഫോമർ. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? ഇ എസ് ഇൻറ്റു ഐ എസ് ഈസ് ഈക്വൽ ടു ഇ പി ഇൻറ്റു ഐ പി ആണ്. ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു 100, ദാറ്റ് ഈസ് 100% എഫിഷ്യൻസി, ദാറ്റ് ഈസ് ഈറ്റ ഈസ് ഈക്വൽ ടു 1. മനസ്സിലായില്ലേ? അപ്പോൾ ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ എഫിഷ്യൻസി എത്രയാണ്? 100% ആണ്, അല്ലെങ്കിൽ 1 ആണെന്ന് പറയാം. അല്ലാത്ത കേസിൽ എഫിഷ്യൻസി എന്താണ്? 100% അല്ല. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ തരുമ്പോൾ കൃത്യമായി നോക്കുക തന്നിരിക്കുന്നത് ഐഡിയൽ ട്രാൻസ്ഫോമർ ആണോ എന്ന്. ഐഡിയൽ ട്രാൻസ്ഫോമർ ആണെങ്കിൽ ഈറ്റ ഈസ് ഈക്വൽ ടു 1 എടുക്കാം, അല്ലെങ്കിൽ ഈറ്റ എന്തല്ല? 1 അല്ല. കൃത്യമായി മനസ്സിലാക്കിയിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാം. ഓക്കെ, ഇനി നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് ആർ ദ എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ? ട്രാൻസ്ഫോമറിലുള്ള എനർജി ലോസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കും. ഒന്നാമത്താണ് കോപ്പർ ലോസ്. എന്താണ് കോപ്പർ ലോസ്? നമുക്കറിയാം ഇവിടെ രണ്ട് കോയിലുകളുണ്ട്, പ്രൈമറി കോയിലും സെക്കൻഡറി കോയിലും. ഈ രണ്ട് കോയിലുകളും കോപ്പർ വയർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ, അതിനൊരു റെസിസ്റ്റൻസ് ഉണ്ട്. മനസ്സിലായോ? ആ റെസിസ്റ്റൻസ് കാരണം ഇവിടെ എന്ത് ചെയ്യും? എനർജി ഹീറ്റിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും? ലോസ് ചെയ്യും. ദാറ്റ് ഈസ് പവർ ലോസ് ഈക്വൽ ടു I സ്ക്വയർ ആർ, ജൂൾസ് ഹീറ്റിംഗ് എഫക്റ്റ്. മനസ്സിലായോ? മനസ്സിലായില്ല? ഇതിനെയാണ് നമ്മൾ കോപ്പർ ലോസ് എന്ന് പറയുന്നത്. ഇനി ഇതെങ്ങനെ മിനിമൈസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഇതിനെ മിനിമൈസ് ചെയ്യുന്ന എന്ത് ചെയ്താൽ മതി? ഏരിയ ഇൻക്രീസ് ചെയ്താൽ, കോപ്പർ വയറിൻ്റെ ഏരിയ ഇൻക്രീസ് ചെയ്താൽ മതി. ദാറ്റ് മീൻസ് ബൈ യൂസിങ് തിക്ക് കോപ്പർ വയർ വി ക്യാൻ റെഡ്യൂസ് ദ കോപ്പർ ലോസ്. മനസ്സിലായില്ലേ? രണ്ടാമത്തതാണ് എഡി കറണ്ട് ലോസ്. നമുക്കറിയാം ഇവിടെയുള്ള കേസിൽ ഒരു സോഫ്റ്റ് അയൺ കോർ ഉണ്ട്. ഈ സോഫ്റ്റ് അയൺ കോറുമായി ലിങ്ക് ചെയ്യുന്ന മാഗ്നറ്റിക് ഫ്ലക്സ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ എഡി കറണ്ട് ഉണ്ടാവും. നമ്മൾ പഠിച്ചിട്ടുണ്ട് എഡി കറണ്ട് കാരണം അവിടെ നിന്നുണ്ടാവും എക്സസീവ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഹീറ്റിൻ്റെ രൂപത്തിൽ എന്ത് ചെയ്യും? എനർജി ലോസ് ചെയ്യും. ഇതിനെയാണ് എഡി കറണ്ട് ലോസ് എന്ന് പറയുന്നത്. ഈ എഡി കറണ്ട് ലോസ് നമുക്ക് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? നമ്മൾ പഠിച്ചിട്ട് ലാമിനേറ്റഡ് കോർ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, സോ എഡി കറണ്ട് ലോസ് ക്യാൻ ബി എലിമിനേറ്റഡ് ബൈ യൂസിങ് ഓർ റെഡ്യൂസ്ഡ് ബൈ യൂസിങ് ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ ചോദിക്കും, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൽ ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത് എന്ന് ചോദിക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? എഡി കറണ്ട് ലോസ് എന്ത് ചെയ്യാൻ? റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായോ? മൂന്നാമത്തതാണ് ഹിസ്റ്ററിസിസ് ലോസ്. എന്താണ് ഹിസ്റ്ററിസിസ് ലോസ് എന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇവിടെയുള്ള കേസിൽ എ സി കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിളുണ്ട്. ഓക്കെ, പോസിറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് ഇവിടെയുള്ള കേസിൽ അയൺ കോർ എന്ത് ചെയ്യും? മാഗ്നറ്റൈസ് ചെയ്യും. ഓക്കെ, നെഗറ്റീവ് ഹാഫ് സൈക്കിളിൻ്റെ സമയത്ത് എന്ത് ചെയ്യും? ഡീമാഗ്നറ്റൈസ് ചെയ്യും. അപ്പോൾ ഇവിടെ മാഗ്നറ്റൈസേഷൻ നടക്കുന്നുണ്ട്, ഡീമാഗ്നറ്റൈസേഷൻ നടക്കുന്നുണ്ട്. ഓക്കെ, ഈ മാഗ്നറ്റൈസേഷൻ ഡീമാഗ്നറ്റൈസേഷൻ കാരണം ഇവിടെ എന്ത് ചെയ്യും? എനർജി ലോസ് ഉണ്ടാവും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഹിസ്റ്ററിസിസ് ലോസ് എന്ന് പറയുന്നത്. ഇനി ഈ ഹിസ്റ്ററിസിസ് ലോസ് എങ്ങനെയാണ് മിനിമൈസ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാൽ മതി? നേരോ ഹിസ്റ്ററിസിസ് ലൂപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുക. എന്താണ്? നേരോ ഹിസ്റ്ററിസിസ് ലൂപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഹിസ്റ്ററിസിസ് ലോസ് എന്ത് ചെയ്യാം? റെഡ്യൂസ് ചെയ്യാം. അതുകൊണ്ടാണ് നമ്മളിവിടെ എന്ത് യൂസ് ചെയ്യുന്നത്? സോഫ്റ്റ് അയൺ കോർ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെയും ചോദിക്കാം, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ സോഫ്റ്റ് അയൺ കോർ തന്നെ യൂസ് ചെയ്യുന്നത്? അതിന് കാരണം എന്താണ്? സോഫ്റ്റ് അയൺ കോറിൻ്റെ ഹിസ്റ്ററിസിസ് ലൂപ്പിൻ്റെ ഏരിയ എന്താണ്? വളരെ ചെറുതാണ്, നേരോ ഹിസ്റ്ററിസിസ് ലൂപ്പാണ്. അതുകൊണ്ട് ഹിസ്റ്ററിസിസ് ലോസ് എന്ത് ചെയ്യാം? മിനിമൈസ് ചെയ്യാം. സോ ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, അടുത്തതാണ് ഫ്ലക്സ് ലോസ് ഓർ ഫ്ലക്സ് ലീക്കേജ്. അതായത് നമുക്കറിയാം ഇവിടെ ഫ്ലക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പ്രൈമറി കറണ്ടാണ്. അപ്പോൾ പ്രൈമറി കോയിലുള്ള ഫ്ലക്സ് മുഴുവനായും സെക്കൻഡറി കോയിലുമായി ലിങ്ക് ചെയ്താൽ മാത്രമേ അവിടെ മ്യൂച്വൽ ഇൻഡക്ഷൻ വളരെ കൃത്യമായിട്ട് നടക്കുള്ളൂ. ഓക്കെ, അങ്ങനെ മ്യൂച്വൽ ഇൻഡക്ഷൻ കൃത്യമായി നടന്നാൽ മാത്രമേ എന്തുണ്ടാവുള്ളൂ? സെക്കൻഡറി കോയിലിൽ ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? അപ്പോൾ മാക്സിമം ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവണമെങ്കിൽ പ്രൈമറി കോയിലുള്ള മുഴുവൻ ഫ്ലക്സും സെക്കൻഡറി കോയിലുമായിട്ട് എന്ത് ചെയ്യണം? ലിങ്ക് ചെയ്യണം. പക്ഷേ അത് എല്ലായ്പ്പോഴും പോസിബിൾ അല്ല. കുറേ അധികം ഫ്ലക്സ്, അതായത് പ്രൈമറിയിലുള്ള കുറേ അധികം ഫ്ലക്സ് എന്ത് ചെയ്യും? ലോസ് ചെയ്യും. മനസ്സിലായോ? അത് കാരണം ഉണ്ടാവുന്ന ലോസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫ്ലക്സ് ലോസ് അല്ലെങ്കിൽ ഫ്ലക്സ് ലീക്കേജ് എന്ന് പറയുന്നത്.
ഓക്കെ, ഇനി ഇത് മിനിമൈസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒരു ക്ലോസ്ഡ് കോർ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ഒരു ക്ലോസ്ഡ് കോർ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ പ്രൈമറിയിലുള്ള മുഴുവൻ ഫ്ലക്സും എവിടെ ലിങ്ക് ചെയ്യും, സെക്കൻഡറിയിൽ ലിങ്ക് ചെയ്യും. മനസ്സിലായോ? അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലക്സ് ലോസ് റെഡ്യൂസ് ചെയ്യാം. സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് അബൌട്ട് എനർജി ലോസസ് ഇൻ ട്രാൻസ്ഫോമർ. മനസ്സിലായല്ലോ? ഓക്കെ, അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക്കൽ പവർ. ട്രാൻസ്ഫോമറിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ട്രാൻസ്മിഷൻ ഓഫ് ഇലക്ട്രിക് പവർ ആണ്. ഓക്കെ, ഫ്രം പവർ സ്റ്റേഷൻ ടു അതർ ഏരിയാസ്. ഓക്കെ, അതായത് പവർ സ്റ്റേഷനിൽ നിന്ന് മറ്റുള്ള ഏരിയാസിലേക്ക്, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇലക്ട്രിക് പവർ ട്രാൻസ്മിഷൻ നടത്തുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. മനസ്സിലായില്ലേ? ഓക്കെ, ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതായത് ഇലക്ട്രിക് പവർ നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത് ലോ വോൾട്ടേജിലാണോ ഹൈ വോൾട്ടേജിലാണോ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഇലക്ട്രിക് പവർ ലോങ് ഡിസ്റ്റൻസ് ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത് ഹൈ വോൾട്ടേജിലാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. ഓക്കെ, കാരണം ലോ വോൾട്ടേജിൽ ട്രാൻസ്മിഷൻ നടക്കുമ്പോൾ ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് ആ ഡിസഡ്വാൻറ്റേജസ് എന്ന് ചോദിക്കാം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ലാർജ് ലെങ്ത് ഓഫ് ട്രാൻസ്മിഷൻ കേബിൾസ് ഹാവ് അപ്രീഷ്യബിൾ റെസിസ്റ്റൻസ്. അതായത് ട്രാൻസ്മിഷൻ കേബിളിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണെങ്കിൽ അതിനെന്തുണ്ടാവും, വളരെയധികം റെസിസ്റ്റൻസ് ഉണ്ടാവും. ആ റെസിസ്റ്റൻസ് കാരണം എന്ത് ചെയ്യും, H=I²RT, അതായത് ജൂൾസ് ലോ ഓഫ് ഹീറ്റിംഗ് പ്രകാരം അവിടെ എന്തുണ്ടാവും, എനർജി ലോസ് ഉണ്ടാവും. അപ്പോൾ ലാർജ് എമൗണ്ട് ഓഫ് എനർജി എന്ത് ചെയ്യും, ഹീറ്റിൻ്റെ രൂപത്തിൽ ലോസ് ചെയ്യും. അതുകൊണ്ട് ട്രാൻസ്മിഷൻ നടത്തുന്ന സ്ഥലത്തുള്ള വോൾട്ടേജ് അല്ല അത് എവിടെ എത്തുമ്പോൾ, ആ ഒരു സ്ഥലത്തെത്തുമ്പോൾ കിട്ടുന്നത് വോൾട്ടേജ് വളരെയധികം ഡ്രോപ്പ് ചെയ്യും. സോ ദാറ്റ് ഇസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. സെക്കൻഡ് വൺ ഈസ് ദിസ് വൺ, to carry large currents and to keep the resistance of the transmission wires low, thick wires have to be used. എന്ന് പറഞ്ഞാൽ വളരെ വലിയ കറണ്ട് എന്ത് ചെയ്യണം, ഈ ട്രാൻസ്മിഷൻ വയറിലൂടെ കൊണ്ടുപോകണമെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന വയറിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം, വളരെ കുറവായിരിക്കണം. റെസിസ്റ്റൻസ് വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, വളരെയധികം ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും, എനർജി ലോസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യണം, റെസിസ്റ്റൻസ് വല്ലാതെ കുറക്കണം. റെസിസ്റ്റൻസ് കുറക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, തിക്ക് വയർ ഉപയോഗിക്കണം. ഓക്കെ, തിക്ക് വയർ ഉപയോഗിക്കുമ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ അത് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള കോസ്റ്റ് എന്താണ്, വളരെ കൂടുതലാണ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നത് ഹൈ വോൾട്ടേജിലല്ല, ലോ വോൾട്ടേജിലാണ്. മനസ്സിലായില്ലേ? ഓക്കെ, ഇത് നമുക്ക് മാത്തമാറ്റിക്കലി ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് I കറണ്ടാണ് ഈ ട്രാൻസ്മിഷൻ വയറിലൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് വിചാരിക്കൂ, അതിൻ്റെ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കൂ. അങ്ങനെയാവുമ്പോൾ ആ കേബിളിൽ ഉണ്ടാവുന്ന പവർ വേസ്റ്റേജ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു I²R ആണ്. ദാറ്റ് ഈസ് ദ പവർ വേസ്റ്റേജ് ഇൻ ദ കേബിൾ. ഓക്കെ, ഇനി ആ ജനറേറ്റർ സപ്ലൈ ചെയ്യുന്ന പവർ എത്രയാണ്, P=V×I ആണ്. V എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന സപ്ലൈ വോൾട്ടേജ് ആണ്, I എന്ന് പറഞ്ഞാൽ കറണ്ട് ആണ്. അങ്ങനെയാണെങ്കിൽ I എന്ത് കിട്ടും, P/V എന്ന് കിട്ടും. ശരിയല്ലേ? അപ്പോൾ P/V, V ഡിനോമിനേറ്ററിൽ വരുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് ആകുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കുറയ്ക്കാൻ പറ്റും. ഓക്കെ, കറണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യപ്പെടും. അതുകൊണ്ട് പവർ വേസ്റ്റേജ് എത്രയായിരിക്കും, ദാറ്റ് ഈസ് ഐയുടെ സ്ഥാനത്ത് നമുക്ക് P/V എന്ന് കൊടുക്കാം. സോ വി വിൽ ഗെറ്റ് P²/V²/R അല്ലേ? അപ്പോൾ പവർ വേസ്റ്റേജ് എന്തിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്, സ്ക്വയർ ഓഫ് ദ വോൾട്ടേജിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, ഫോർ എ ഗിവൺ എമൗണ്ട് ഓഫ് പവർ ദ പവർ ലോസ് ഈസ് ലെസ് വെൻ ദ വോൾട്ടേജ് ഈസ് ഹൈ. മനസ്സിലായി? അപ്പോൾ ജനറേറ്റിംഗ് പവർ P ആണെങ്കിൽ ഹൈ വോൾട്ടേജിലാണ് നമ്മൾ ട്രാൻസ്മിഷൻ നടത്തുന്നതെങ്കിൽ പവർ ലോസ് എന്തായിരിക്കും, ആ കേബിൾ ഉണ്ടാകുന്ന പവർ ലോസ് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഓക്കെ, സോ ദ ലാർജ് സ്കെയിൽ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഓവർ ലോങ് ഡിസ്റ്റൻസ് ഈസ് ഡൺ വിത്ത് യൂസ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്. അതായത് ട്രാൻസ്മിഷൻ നടത്തുന്ന സമയത്ത് നമ്മൾ അവിടെ എന്താണ് യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ യൂസ് ചെയ്തിട്ടാണ് ട്രാൻസ്മിഷൻ നടത്തുന്നത്. എന്തുകൊണ്ട്? കാരണം നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് എന്താണ്, ഹൈ വോൾട്ടേജിലാണ്. മനസ്സിലായി? അപ്പോൾ ജനറേറ്ററിൽ നിന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് വോൾട്ടേജിനെ നിങ്ങൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് അപ്പ് ചെയ്യും. ഓക്കെ, ബൈ യൂസിങ് എ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ. അങ്ങനെ വോൾട്ടേജ് കൂട്ടുന്ന സമയത്ത് കറണ്ട് എന്ത് ചെയ്യും, റെഡ്യൂസ് ചെയ്യപ്പെടും. കറണ്ട് റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഹീറ്റ് ലോസ് H=I²R എന്തായിരിക്കും, വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? അതിനുശേഷം എന്ത് ചെയ്യും, അതിനെ ഏത് സ്ഥലത്തേക്കാണ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്, ആ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേഷനിൽ എത്തുന്ന സമയത്ത് അതിനെന്ത് ചെയ്യും, ആവശ്യമുള്ള സ്ഥലത്ത് ആവശ്യമുള്ള വോൾട്ടേജ് എത്തിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യും, അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്യും. എന്തുപയോഗിച്ചുകൊണ്ട്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിച്ചുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്, സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ഉപയോഗിക്കുന്നത്. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ എവിടെയാണ് ഉപയോഗിക്കുന്നത്, ജനറേറ്റിംഗ് സ്റ്റേഷനിലാണ്. സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ എവിടെയാണ് ഉപയോഗിക്കുന്നത്, സബ് സ്റ്റേഷൻസിലാണ്. സോ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്. മനസ്സിലായോ? അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കൃത്യമായി പഠിച്ചു വെക്കുക. മനസ്സിലായല്ലോ? ഇതിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഓക്കെ, ഇനി നമുക്ക് ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, power developed in an AC circuit can be expressed as P=V×I×cos phi. In certain circuits, no power is developed even though current flows through it. അതായത്
പവറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം പി ഈസിക്കൽ ടു വി ഇൻറ്റു ഐ ഇൻറ്റു കോസ് ഫൈ ആണെന്ന് നമുക്കറിയാം. ഓക്കെ, ചില സർക്യൂട്ടിൽ പവർ എന്ത് ചെയ്യുന്നില്ല, ഡെവലപ്പ് ചെയ്യുന്നില്ല. എന്ത് പോയിട്ടും കറണ്ട് ഫ്ലോ ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, പവർ ഡെവലപ്പ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ സർക്യൂട്ട് ഏതാണെന്നാ ചോദ്യം. വളരെ എളുപ്പമാണ്. നമുക്കറിയാം പി ആവറേജ് ഈസ് ഈക്വൽ ടു വി സീറോ ഐ സീറോ ഇൻറ്റു കോസ് ഫൈ ആണെന്ന് അറിയാം. ഓക്കെ, ഇവിടെയുള്ള കേസിൽ ആവറേജ് പവർ പി ആവറേജ് 0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വി സീറോ ഐ സീറോ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0. ഇറ്റ് ഈസ് പോസിബിൾ വെൻ കോസ് ഫൈ ഈസ് ഈക്വൽ ടു 0. കോസ് ഫൈ 0 എന്ന് പറയുമ്പോൾ ഫൈ എത്രയാണ്, π/2 ആണ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇ എം എഫിൻ്റെയും കറണ്ട് ഇടയിൽ എന്ത് വേണം, ഒരു ഫേസ് ഡിഫറൻസ് വേണം. ആ ഫേസ് ഡിഫറൻസ് എത്രയായിരിക്കണം, π/2 ആയിരിക്കണം. ഏതിൻ്റെ കേസിലാണ് π/2 ഫേസ് ഡിഫറൻസ് ഉണ്ടാവുന്നത്? പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിലും അതുപോലെ തന്നെ പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ടിലും ഫേസ് ഡിഫറൻസ് എത്രയാണ്, π/2 ആണ്. അപ്പോൾ ഏത് കേസിലായിരിക്കും പവർ 0 ആവുന്നത്? അതായത് പവർ കൺസ്യൂം ചെയ്യാത്ത എ സി സർക്യൂട്ട് ഏതാണ്? നമുക്കറിയാം പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട് അല്ലെങ്കിൽ പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ട്. സോ ഹിയർ ദ ആൻസർ ഈസ് പ്യുവർ ഇൻഡക്ടർ സർക്യൂട്ട്. മനസ്സിലായില്ലേ? സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ദ കോർ ഓഫ് എ ട്രാൻസ്ഫോമർ ഹാസ് ദ ഫോളോയിങ് പ്രോപ്പർട്ടീസ്. one core is laminated. Second one, hysteresis loop is narrow. Explain the significance of each property. അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് കോർ ലാമിനേറ്റ് ചെയ്യുന്നത്? ടു റെഡ്യൂസ് എഡി കറണ്ട്. അതുപോലെ എന്തുകൊണ്ടാണ് നമ്മൾ നേരോ ഹിസ്റ്ററിസിസ് ലൂപ്പുള്ള മെറ്റീരിയൽ ഉപയോഗിക്കുന്നത്? ടു റെഡ്യൂസ് ഹിസ്റ്ററിസിസ് ലോസ്. മനസ്സിലായല്ലോ? സോ ദീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ട്രാൻസ്ഫോമേഴ്സ് ഐദർ ഇൻക്രീസ് ഓർ ഡിക്രീസ് എ സി വോൾട്ടേജ്. ഫസ്റ്റ് വൺ, സ്റ്റേറ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ട്രാൻസ്ഫോമർ. നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് അതിൻ്റെ പ്രിൻസിപ്പിൾ. അത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? എക്സ്പ്ലെയിൻ വിത്ത് ലേബിൾഡ് ഡയഗ്രാം ദ വർക്കിംഗ് ഓഫ് എ ട്രാൻസ്ഫോമർ. ദാറ്റ് ഈസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്. നിങ്ങൾ തിയറി കേട്ട് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. മൂന്നാമത്തെ എന്താണ്? എക്സ്പ്ലെയിൻ ബ്രീഫ്ലി എനി 3 എനർജി ലോസ് ഇൻ ട്രാൻസ്ഫോമർ. അതും നമുക്കറിയാം ഏതൊക്കെയാണ്. 1 കോപ്പർ ലോസ് ഉണ്ട്. ഓക്കെ, 2 എഡി കറണ്ട് ലോസ് ഉണ്ട്. 3 ഹിസ്റ്ററിസിസ് ലോസ് ഉണ്ട്. 4 എന്താണ്? ഫ്ലക്സ് ലീക്കേജ് അല്ലെങ്കിൽ ഫ്ലക്സ് ലോസ് ഉണ്ട്. ഓക്കെ, ഇത് 4 നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: എൻ എ സി ജനറേറ്റർ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് മെക്കാനിക്കൽ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതായത് ജനറേറ്റർ യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്, മെക്കാനിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ: ബട്ട് വാട്ട് ഡസ് എ ട്രാൻസ്ഫോമർ ഡു? ട്രാൻസ്ഫോമർ എന്താ ചെയ്യുന്നത്? നമുക്കറിയാം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോംസ് എ സി അറ്റ് ലോ വോൾട്ടേജ് ടു ഹൈ വോൾട്ടേജ് ഓർ വൈസ് വേഴ്സ. അല്ലേ? ലോ വോൾട്ടിനെ ഹൈ വോൾട്ടേജ് ആക്കുക അല്ലെങ്കിൽ ഹൈ വോൾട്ടേജിനെ ലോ വോൾട്ടേജ് ആക്കുക. ഏത്? എ സി വോൾട്ടേജിനെ. ഓക്കെ, അത് നമുക്കറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 2 ടൈപ്പ് ട്രാൻസ്ഫോമേഴ്സ് ഉണ്ട്. ഒന്ന് ഏതാണ്? സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, 2 സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറും. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ടൈപ്സ് ഓഫ് എനർജി ലോസസ് ആർ അസോസിയേറ്റഡ് വിത്ത് ട്രാൻസ്ഫോമർ? ഹൗ ക്യാൻ വി ഓവർകം ദീസ്? ഇത് നമ്മൾ ഓൾറെഡി തിയറി എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ്? 1 കോപ്പർ ലോസ് ആണ്. കോപ്പർ ലോസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാന്ന് പറഞ്ഞത്? തിക്ക് വയർ യൂസ് ചെയ്താൽ മതി. രണ്ടാമത്തത് എഡി കറണ്ട് ലോസ് ആണ്. എഡി കറണ്ട് ലോസ് എങ്ങനെ റിഡ്യൂസ് ചെയ്യാം? ബൈ യൂസിങ് ലാമിനേറ്റഡ് സോഫ്റ്റ് അയൺ കോർ. മൂന്നാമത്തത് എന്താണ്? ഹിസ്റ്ററിസിസ് ലോസ്. അതെങ്ങനെ റിഡ്യൂസ് ചെയ്യാം? ബൈ യൂസിങ് മെറ്റീരിയൽ ഓഫ് നേരോ ഹിസ്റ്ററിസിസ് ലൂപ്പ്. ശരിയല്ലേ? നാലാമത്തത് എന്താണ്? ഫ്ലക്സ് ലോസ്. ഫ്ലക്സ് ലോസ് എങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്? നിങ്ങളൊരു ക്ലോസ്ഡ് കോർ ഉപയോഗിച്ചാൽ മതി. മനസ്സിലായോ? അങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലക്സ് ലീക്കേജ് കുറക്കാൻ പറ്റും. മനസ്സിലായല്ലോ? ഓക്കെ, ഈ മെത്തേഡ്സ് ഒക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഫോർ മെനി പർപ്പസസ് it is necessary to change an alternating voltage from one value to another. This is done with a transformer. The basic principle behind the transformer is, നമുക്കറിയാം മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഗിവ് എൻ എക്സ്പ്രഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ ട്രാൻസ്ഫോമർ. നമുക്കറിയാം വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷനെല്ലാം പഠിച്ചു കഴിഞ്ഞു. ഒന്നിതാണ് ഇ എസ് ഡിവൈഡ് ബൈ ഇ പി ഈസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡ് ബൈ എൻ പി. രണ്ടാമത്തത് എന്താണ്? ഇ എസ് ഡിവൈഡ് ബൈ ഇ പി ഈസ് ഈക്വൽ ടു ഐ പി ഡിവൈഡ് ബൈ ഐ എസ്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇ എസ് ഡിവൈഡ് ബൈ ഇ പി ഈസ് ഈക്വൽ ടു ഐ പി ഡിവൈഡ് ബൈ ഐ എസ് ഈസ് ഈക്വൽ ടു എൻ എസ് ഡിവൈഡ് ബൈ എൻ പി. ഓക്കെ, ദീസ് ആർ ദ റിലേഷൻ ഫോർ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഇൻ ദ കേസ് ഓഫ് ട്രാൻസ്ഫോമർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഇൻ എൻ എ സി സർക്യൂട്ട് the flow of current is opposed by inductors and capacitors. This is called reactance. നമ്മൾ ഓൾറെഡി റിയാക്ടൻസ് പഠിച്ചതാണ്. കപ്പാസിറ്റീവ് റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസിലും പഠിച്ചതാണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ്. ഇഫ് ഒമേഗ is the angular frequency of AC, then the reactance offered by L and C respectively XL and XC. XL എത്രയാണെന്ന് ചോദിച്ചത്? XL equal to L omega. XC എത്രയാണ്? 1/C omega. അത് നമുക്കറിയാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? an electric bulb B and parallel plate capacitor C are connected in series to an AC mains shown in the figure. The bulb glows with some brightness. How will the glow of the bulb be affected on introducing dielectric slab between the plates of capacitor? Give reasons in support of your answer.
അപ്പോൾ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ഒരു സീരീസ് സർക്യൂട്ടാണ് തന്നിരിക്കുന്നത് അല്ലേ, ഒരു കപ്പാസിറ്റർ ഒരു സർക്യൂട്ടാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാം കപ്പാസിറ്റർ ഉള്ള ഒരു AC സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ അതൊരു ഒപ്പോസിഷൻ ഓഫർ ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ്. ഇറ്റ് ഈസ് ഗിവൺ ബൈ X ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ശരിയല്ലേ? കൂടാതെ C എന്ന് പറയുന്നത് അവിടെ കപ്പാസിറ്റൻസ് ആണ്. കപ്പാസിറ്റൻസ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ε0 A/d ആണ്. ഇനി നിങ്ങൾ അതിലേക്ക് ഒരു ഡൈലക്ട്രിക് സ്ലാബ് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുക, അതിലേക്ക് ഇൻസേർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും? C ഈസ് ഈക്വൽ ടു K ε0 A/d എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യും. ശരിയല്ലേ? കപ്പാസിറ്റൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ XC എന്ന് പറയുന്നത് 1/C ഒമേഗ അല്ലേ? ഓക്കെ, സോ XC ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/C. C കൂടുന്ന സമയത്ത് XC എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ഡിക്രീസ് ചെയ്യുന്നു. ശരിയല്ലേ? കറണ്ട് ഇങ്ങനെ കണ്ടുപിടിക്കുക E ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, റെസിസ്റ്റൻസ് ഓഫ് ദ സർക്യൂട്ട്. ഇവിടെയുള്ള കേസിൽ XC കുറയുന്ന സമയത്ത് I എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. എന്ന് പറഞ്ഞാൽ ഈ സർക്യൂട്ടിലൂടെ പോകുന്ന കറണ്ട് എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു. കറണ്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. സോ ദ ബ്രൈറ്റ്നസ് ഓഫ് ദ ബൾബ് ഇൻക്രീസസ്. മനസ്സിലായില്ലേ? സോ ദിസ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. കൃത്യമായി പഠിച്ചു വെക്കുക. അടുത്തത് എന്താണ്? പ്രൂവ് ദാറ്റ് ആൻ ഇൻഡക്ടർ ഓഫേഴ്സ് EC പാത്ത് ടു DC ആൻഡ് റെസിസ്റ്റീവ് പാത്ത് ടു AC. അതായത് ഇൻഡക്ടർ DCയെ എളുപ്പത്തിൽ കടത്തിവിടുകയും AC-യെ ഒപ്പോസ് ചെയ്യുകയും ചെയ്യുന്നു. ഇത് പ്രൂവ് ചെയ്യാനാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്കറിയാം ഇൻഡക്ടറിൻ്റെ കേസിൽ അതിനൊരു ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് ഉണ്ട്. ശരിയല്ലേ? അതിൻ്റെ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? XL ഈസ് ഈക്വൽ ടു L ഒമേഗ. ഓക്കെ, അവിടെ ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. ദെർഫോർ XL ഈസ് ഈക്വൽ 2πf ഇൻറ്റു L എന്ന് എഴുതാം. മനസ്സിലായില്ലേ? നമുക്കറിയാം ഫോർ DC ഫ്രീക്വൻസി F ഈസ് ഈക്വൽ ടു 0 ആണ്. ഓക്കെ, ഫ്രീക്വൻസി 0 ആണെങ്കിൽ വാട്ട് ഈസ് XL ഈക്വൽ ടു 0. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇൻഡക്ടർ ബൈപാസസ് DC. അതായത് വളരെ എളുപ്പത്തിൽ എന്ത് ചെയ്യുന്നു? ഇൻഡക്ടർ DC-യെ കടത്തിവിടുന്നു. മനസ്സിലായില്ലേ? ഓക്കെ, പക്ഷേ AC-യുടെ കേസിൽ എന്താ സംഭവിക്കുന്നത്? AC-യുടെ കേസിൽ XL ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഫ്രീക്വൻസി ആണ് അല്ലേ? ഫോർ ഹയർ ദ ഫ്രീക്വൻസി ഓഫ് AC ഹയർ വിൽ ബി ദ ഒപ്പോസിഷൻ, ലോവർ ദ ഫ്രീക്വൻസി ഓഫ് AC ലോവർ വിൽ ബി ദ ഒപ്പോസിഷൻ. എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? AC-യെ ഒപ്പോസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഓഫേഴ്സ് എ റെസിസ്റ്റീവ് പാത്ത് ടു AC. മനസ്സിലായില്ലേ? ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എ സ്റ്റുഡൻറ് കണക്ട്സ് എൻ AC സോഴ്സ് ഓഫ് EMF V ഈക്വൽ ടു V0 സൈൻ ഒമേഗ t ടു എ സർക്യൂട്ട് ഹാവിംഗ് എ കപ്പാസിറ്റർ ഓഫ് കപ്പാസിറ്റൻസ് C ആസ് ഷോൺ ബിലോ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് ഫ്രം AC സോഴ്സ് ഈസ് 10 sin 314t ആംബിയർ, വാട്ട് വിൽ ബി ദ എഫക്റ്റീവ് കറണ്ട് ഇൻ ദ സർക്യൂട്ട്? അതായത് ഇവിടെയുള്ള കേസിൽ ഇൻസ്റ്റന്റേനിയസ് കറണ്ട് തന്നിട്ടുണ്ട്. ഇൻസ്റ്റന്റേനിയസ് കറണ്ട് എത്രയാണ്? 10 sin 14t ആംബിയർ ആണ്. അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് കറണ്ട് എത്രയാണെന്ന ചോദ്യം. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് തന്നിരിക്കുന്നത് I ഈസ് ഈക്വൽ ടു 10 sin 14t ആംബിയർ എന്നാണ്. ഓക്കെ, നമുക്കറിയാം കറണ്ടിൻ്റെ ഇക്വേഷൻ I ഈസ് ഈക്വൽ ടു I0 സൈൻ ഒമേഗ t എന്ന ഫോമിലാണ്. ഈ രണ്ട് ഇക്വേഷനും കമ്പയർ ചെയ്താൽ നമുക്ക് I0 കിട്ടും അല്ലേ? I0 എത്രയാണ്? 10 ആംബിയർ എന്ന് കിട്ടും. ശരിയല്ലേ? അതുപോലെ ഒമേഗ എത്രയാണ്? 314 റേഡിയൻ പെർ സെക്കൻഡ് ആണ്. മനസ്സിലായോ? I0 എന്ന് പറയുന്നത് പീക്ക് വാല്യൂ ഓഫ് കറണ്ട് ആണ്. ദാറ്റ് ഈസ് കോൾഡ് മാക്സിമം വാല്യൂ. ഓക്കെ, ഓർ ആംപ്ലിറ്റ്യൂഡ് ഓഫ് AC കറണ്ട്. പക്ഷേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എഫക്റ്റീവ് വാല്യൂ ഓഫ് കറണ്ട് കണ്ടുപിടിക്കാനാണ്. എഫക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത് RMS വാല്യൂ ഓഫ് കറണ്ട് ആണ്. ഓക്കെ, സോ വി വാണ്ട് ടു ഫൈൻഡ് IRMS. എങ്ങനെ IRMS കണ്ടുപിടിക്കുക? IRMS ഈക്വൽ ടു I0 ഡിവൈഡ് ബൈ √2. I0 എത്രയാണ്? 10 ആണ്. സോ ഇറ്റ് ഈസ് 10 ബൈ √2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 √2 ആംബിയർ എന്ന് കിട്ടും. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻസർ ടു ദ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ഹി റീപ്ലേസസ് ദ AC സോഴ്സ് ബൈ DC സോഴ്സ് ആൻഡ് കണക്ട്സ് എ ബൾബ് ഇൻ ദ എബോവ് സർക്യൂട്ട്, സേ വെദർ ദ ബൾബ് ഗ്ലോസ് ഓർ നോട്ട്, ജസ്റ്റിഫൈ യുവർ ആൻസർ. അതായത് ഇവിടെ AC സോഴ്സിനെ നിങ്ങൾ ഒരു DC സോഴ്സ് ഉപയോഗിച്ച് റീപ്ലേസ് ചെയ്തു, എന്നിട്ട് ഈ സർക്യൂട്ടിൽ ഒരു ബൾബ് കൂടി കണക്ട് ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ബൾബ് ഗ്ലോ ചെയ്യുമോ എന്നാണ് ചോദ്യം. ഓക്കെ, നമുക്കറിയാം ഇതൊരു കപ്പാസിറ്റർ സർക്യൂട്ടാണ്. കപ്പാസിറ്റർ സർക്യൂട്ടിന്റെ കേസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിനൊരു റിയാക്ടൻസ് ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ X ഈസ് ഈക്വൽ ടു 1/C ഒമേഗ. ഒമേഗ ഈസ് 2πf, സോ ഇറ്റ് ഈസ് 1/2πfc. ഓക്കെ, ഇവിടെ DC സോഴ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഫോർ DC സോഴ്സ് വാട്ട് ഈസ് ദ ഫ്രീക്വൻസി? 0 ആണ്. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്താ കിട്ടുക? X ഈസ് ഈക്വൽ ടു 1/0, ദാറ്റ് ഈസ് ഇൻഫിനിറ്റി. എന്ന് പറഞ്ഞാൽ ഇറ്റ് ഓഫേഴ്സ് ഇൻഫിനിറ്റ് ഒപ്പോസിഷൻ ടു DC. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യുന്നു? കപ്പാസിറ്റർ ബ്ലോക്സ് DC. കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു? DC എന്ത് ചെയ്യുന്നു? ബ്ലോക്ക് ചെയ്യുന്നു. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ബൾബ് ഗ്ലോ ചെയ്യോ? ഇല്ല. സോ ബൾബ് ഡസ് നോട്ട് ഗ്ലോ. ഓക്കെ, സോ ദാറ്റ് ഇസ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഫൈൻഡ് ദ ഏവറേജ് പവർ കൺസ്യൂംഡ് ഇൻ ദ എബോവ് സർക്യൂട്ട്. ഈ സർക്യൂട്ടിൽ എത്രയാണ് ഏവറേജ് പവർ കൺസ്യൂം ചെയ്യുന്നതാണ് ചോദ്യം. നമുക്കറിയാം ഏവറേജ് പവർ കാണാനുള്ള ഇക്വേഷൻ P average ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ഇൻറ്റു cos φ ആണ്.
ഇതൊരു കപ്പാസിറ്റർ സർക്യൂട്ടാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്റർ സർക്യൂട്ടിൻ്റെ കേസിൽ കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലല്ല, ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് π/2. കറണ്ട് ലീഡ് ചെയ്യുന്നു അല്ലേ, കറണ്ട് ലീഡ്സ് ബൈ π/2 എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെയുള്ള കേസിൽ ഫൈ എത്രയാണ്, π/2 ആണ്. സോ cos φ ഈസ് ഈക്വൽ ടു cos π/2, ദറ്റ് ഇസ് 0. സോ ആവറേജ് പവർ എത്രയാണ്, 0 ആണ്. അത് നമുക്ക് ഓൾറെഡി അറിയാം. എന്താണ്, പ്യുവർ കപ്പാസിറ്റർ സർക്യൂട്ടിൽ എത്രയാണ് പവർ കൺസ്യൂംഡ്, എത്രയാണ്, 0 ആണ്. അതേ കേസ് തന്നെയാണ് പ്യുവർ ഇൻഡക്റ്റീവ് സർക്യൂട്ടിൻ്റെ കേസും. ഓക്കെ, സോ ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. മനസ്സിലായല്ലോ? ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്